ഹായ്, നമസ്കാരം. ലോട്ടസ് ഫിറ്റ്നസിൻ്റെ ഇൻഷുറൻസ് ടോപ്പിക്കിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് ഏകദേശം ആ സബ്ജക്റ്റിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇന്നലെ ഞായറാഴ്ച ഒഴിവ് ദിവസമായതുകൊണ്ട് പഴയ ഫയലുകളൊക്കെ നോക്കി അതിൽ ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ആളുകളുടെ നമ്മൾ പോളിസി ഇതാക്കുന്നതിന് മുമ്പ് ഒരു ഡാറ്റ എഴുതും. അവരെ കുറിച്ചുള്ള എല്ലാ ഡാറ്റകളും എഴുതി ഏതൊക്കെ പ്ലാനാണ് എടുക്കുന്നത് കുറിച്ച് അവരുടെ അഡ്രസ്സ്, ഇമെയിൽ, ഫോണൊക്കെ എഴുതിയൊക്കെ. അപ്പം അങ്ങനെ മുമ്പ് ഞാൻ ഓരോരുത്തരും കാണുമ്പോൾ എഴുതി. അപ്പോൾ എല്ലാവരും പോളിസി എടുക്കണമെന്നില്ല, കുറേ ആൾക്കാർ മാറ്റി വെക്കും, ചിലപ്പോൾ പിന്നെ തരാൻ കാരണം അങ്ങനെ എടുക്കാത്തത്. അപ്പം അങ്ങനെ ഒരു കേസ്, ഒരു മരണപ്പെട്ടൊരു കേസ്, വീട്ടിൽ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നതാണ്. പക്ഷേ ഞാൻ എഴുതി വെച്ചിരുന്നു, പക്ഷെ അത് പോളിസി ആക്കിയിട്ടില്ല. പക്ഷേ അവർക്ക് അത് ആ പോളിസി ആവുകയാണെങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. പലപ്പോഴും നമ്മൾ പലതവണ ബന്ധപ്പെട്ടിട്ടും അവർ പല പല കാരണങ്ങളെ നീട്ടിവെക്കുന്ന ഒരു സമ്പ്രദായം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞാനല്ല, എന്നെപ്പോലുള്ള പല ഏജൻസി നിങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പോൾ അതൊന്ന് കേട്ട് ആ ഒരു നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഇൻഷുറൻസ് സംരക്ഷണം എടുത്തു വെക്കുന്നതല്ല. ഇനിയിപ്പോൾ എടുത്തു വെച്ചവരാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ മുമ്പൊക്കെ എടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ 3-4 പോളിസികൾ കിട്ടും. പക്ഷേ എല്ലാം കൂടി ഒരു സാധ്യത ഒന്ന് കൂട്ടി നോക്കുക. മൊത്തം ഒരു 2-3 ലക്ഷമാണെങ്കിൽ അതൊരു 10 ലക്ഷമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുക. 10 ലക്ഷമുള്ളവർ ഒരു 25 ലക്ഷമാക്കി മാറ്റാൻ ശ്രമിക്കുക. 25 ലക്ഷമുള്ള ഒരു 50. അപ്പം നമ്മുടെ ബഡ്ജറ്റിനതിനനുസരിച്ച് മാറ്റുക. അതിനനുസരിച്ചുള്ള നമ്മുടെ എന്താ പറയുക, ടേം ഇൻഷുറൻസ് ആയിട്ടും എൻഡോമെൻ്റ് ആയിട്ടും മണി ബാക്ക് ആയിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടും ക്യാൻസർ കവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പോളിസികൾ നിലവിലുണ്ട്. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇപ്പോൾ പലപ്പോഴും ഏജൻസ് വരുമ്പോൾ തന്നെ, ഇപ്പം അത് അങ്ങനെയില്ല, വരുമ്പോഴത്തേക്ക് തന്നെ വാതിലടയ്ക്കുന്നൊരു സ്വഭാവം ആയിരുന്നു മുമ്പ്, അത് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പം ആ ഒരു ഇതില്ല. പക്ഷെ എന്നാൽ പോലും ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് അവർക്ക് സമയം കൊടുത്ത് അവരോട് ആ കാര്യങ്ങൾ സംസാരിച്ചത് നമ്മുടെ നിലവിലുള്ള പോളിസി അവർക്ക് കാണിച്ചു കൊടുത്ത് അതിൻ്റെ അകത്ത് ചിലപ്പോൾ അവകാശമൊക്കെ മാറ്റാനുണ്ടാവും. കാരണം നമ്മൾ വിവാഹത്തിന് മുമ്പൊക്കെ എടുത്തതായിരിക്കും ആ പോളിസി. ആ പോളിസിയിൽ നോമിനി മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു ക്ലെയിം വരുമ്പോൾ പിന്നെ അതിന് ലീഗലാറാക്കി അങ്ങനെ ഒരുപാട്. ഇപ്പം എനിക്ക് മുമ്പ് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് അവർ മരിച്ച സമയത്ത് അവർ അമ്മയുടെ നോമിനി, അമ്മയും മരിച്ചിരുന്നു. അവർക്ക് ലീഗൽ കാരണം ചെറിയൊരു 10 മിനിറ്റ് കൊണ്ട് ബ്രാഞ്ചിൽ പോയി ചെയ്യാവുന്ന കാര്യം നോമിനേഷൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അസൈൻമെൻറ്റ്, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അത് LICയുടെ റെക്കോർഡ് പ്രകാരം ഇപ്പോഴും അസൈൻമെൻറ്റ് തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് നമ്മൾ റിയസൈൻ ചെയ്താൽ മാത്രമേ, റിയസൈൻ ചെയ്ത് ഫ്രഷ് നോമിനേഷൻ കൊടുത്താൽ മാത്രമേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അപ്പം നിങ്ങൾ ചിലപ്പം അറിയാതെ കിടക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ആളുകൾ വരുന്ന സമയത്ത് നോട്ട് ചെയ്തിടുക. അപ്പോൾ അത് നോട്ട് കൊണ്ട് ഇതിനുള്ള സർവീസ് വെച്ചത് പറ്റുമെങ്കിൽ ഏതെങ്കിലും പുതിയ സ്കീംസിനെ കുറിച്ച് അവർ സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ എടുത്തു വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ 2 സുഹൃത്തുക്കളെ അവർക്ക് പരിചയപ്പെടുത്തി വെക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.